നമ്മുടെ ചാനലിൽ പുതിയൊരു സീരീസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നെസ്റ്റേഴ്സിൻ്റെ സീരീസ് അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. സോ അതിനു മുമ്പായിട്ട് നിങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ റിയാറ്റിൻ്റെ ഒരു 36 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് കാണണം. കാരണം നെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റിയാറ്റിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ്. സോ റിയാറ്റ് അറിയാതെ ഒരിക്കലും നെസ്റ്റേഴ്സ് പഠിക്കാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിലും നെസ്റ്റേഴ്സിലേക്ക് നമുക്ക് വരാൻ പറ്റത്തില്ല. സോ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞൊരു 12 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് വൃത്തിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇതും കൂടിയും കാണുക. ഓക്കെ, സോ എന്തിനാണ് നെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ റിയാറ്റ് കാണാൻ പറ്റും. നമ്മൾ റിയാറ്റിൻ്റെ ക്ലാസ് എടുത്തതാണ്. റിയാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാറ്റ് വെറും ഒരു യൂസർ ഇൻ്റർഫേസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലൈബ്രറിയാണ് നമ്മുടെ റിയാറ്റ്. അപ്പോൾ ഇതും കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഇതിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഈ റിയാറ്റിൻ്റെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ നെസ്റ്റേഴ്സ് എന്താണ്? നെസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഇതൊരു ഫുൾ സ്റ്റാക്ക് ഫ്രെയിം വർക്കാണ്. അതായത് ഫുൾ സ്റ്റാക്ക് ഫ്രെയിം വർക്ക് എന്താണ്? ഫുൾ സ്റ്റാക്ക് ഫ്രെയിം വർക്ക് ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു UI ലൈബ്രറി അല്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് റിയാറ്റിൻ്റെ അകത്ത് നമുക്ക് നമ്മളെ അല്ലെങ്കിൽ നോഡ് JSO അല്ലെങ്കിൽ എക്സ്പ്രസ് JSO ഒക്കെ വെച്ച് നോഡ് JSൻ്റെ അകത്തുള്ള എക്സ്പ്രസ് വെച്ചിട്ട് സെർവറൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ API കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, ബാക്കെൻഡ് ഒക്കെ ചെയ്യുന്നത്. അപ്പം നെസ്റ്റേഴ്സിൽ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെസ്റ്റേഴ്സിൻ്റെ അകത്ത് ബിൽഡിനായിട്ട് തന്നെ ഇവിടെ പറയുന്നുണ്ട്. ബിൽഡിനായിട്ട് തന്നെ എന്ത് നമുക്ക് തരുന്നു? APIs. അതായത് ബിൽഡിനായിട്ട് നമുക്ക് APIs എഴുതാൻ പറ്റും. ഓക്കെ, APIs എഴുതി ഇതിൻ്റെ അകത്ത് നമുക്ക് ബാക്കെൻഡ് ബിൽഡിനായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കേസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ റൗട്ടിങ്. ഇപ്പോൾ നമുക്ക് റിയാറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ റിയാറ്റ് റൗട്ടർ ഡോമോ അതുപോലെയുള്ള തേർഡ് പാർട്ടി ലൈബ്രറീസുകൾ ഒരുപാട് കാര്യങ്ങൾ എല്ലാത്തിനും ഓരോരോ NPM മൊഡ്യൂളുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യണം, ലൈബ്രറീസും കാര്യങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് നമുക്ക് റിയാറ്റ് റൗട്ടർ ഡോമൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വേണം റിയാറ്റിൽ ചെയ്യാൻ. പക്ഷേ നെസ്റ്റേഴ്സിൻ്റെ അകത്ത് എന്താണ് പറയുന്നത്? നെസ്റ്റേഴ്സിൻ്റെ അകത്ത് വന്ന് കഴിയുമ്പം റൗട്ടിങ് എന്താണ്? അവരുടെ തന്നെ റൗട്ടിംഗ് ആണ്. എന്ത് റൗട്ടിങ്? അവരുടെ തന്നെ ഫയൽ സിസ്റ്റം ബേസ് ചെയ്തിട്ടുള്ള റൗട്ടിംഗ് ആണ്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് പഠിക്കാൻ പോവാണ്. അടുത്ത ദിവസം തൊട്ട് നമുക്ക് പഠിക്കാം. അവരുടെ റൗട്ടിംഗ് ആണ്. പിന്നത്തെ ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ SEO ആണ് മെയിൻ. ഇപ്പോൾ റിയാറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ് ആണ്. അപ്പം ബ്രൗസറിൽ തന്നെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പം ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിൻ ബോട്ടൊക്കെ ക്രോൾ ചെയ്യുമ്പം SEO ഒന്നും പ്രോപ്പർ ആയിരിക്കത്തില്ല റിയാറ്റിൽ. അത് നമ്മൾ ഒരുപാട് തവണ അതിൻ്റെ ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഇവിടെ വീഡിയോ ഞാനിവിടെ യുവർ ചാനൽ, ഓക്കെ, ഇതിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ വീഡിയോസിൻ്റെ അകത്ത് വന്നു കഴിയുമ്പോൾ ഇത് കണ്ടോ, റിയാറ്റ് ഹെൽമെറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് SEOയുടെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം SEO റിയാറ്റിൽ അത്ര ഗുഡല്ല. അപ്പം നമുക്ക് നെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയും, SEO ഒക്കെ പ്രോപ്പർ ആവും. എന്താണ് ഇതിൻ്റെ അകത്ത്? സെർവർ സൈഡ് റെൻഡറിങ്ങും സ്റ്റാറ്റിക് സൈറ്റ് ജനറേഷനും, അങ്ങനെ 2 കാര്യങ്ങളുണ്ട്. സെർവറിൽ തന്നെ ബിൽഡ് ചെയ്യുമ്പോൾ സെർവറിൽ തന്നെ HTML ഫയലുകളെല്ലാം സെർവറിൽ തന്നെ ഹാൻഡിൽ ചെയ്ത് അവിടെ തന്നെ ബിൽഡ് ചെയ്ത് വരുന്നു. സെർവർ സൈഡിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്, സെർവറിൽ തന്നെ. അതായത് നമ്മളിപ്പോൾ ഒരു ബ്ലോഗോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പേജസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ആ പേജസ് അവിടെ HTML പേജസ് എക്സിസ്റ്റിംഗ് ആണ്. അപ്പം ബോട്ട് വന്ന് ക്രോൾ ചെയ്യുമ്പോൾ അവിടെ സംഭവം ഉണ്ടാവും. റിയാറ്റിൽ എന്ന് പറയുമ്പോൾ എല്ലാം ഒറ്റ പേജാണ്. അപ്പം നമുക്ക് ഈ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും സ്ലഗ് പേജുകളെന്ന് പറയും. അതായത് ഒരു ബ്ലോഗ് ഞാൻ എൻ്റെ കമ്പനിക്ക് വേണ്ടി ഒരു വെബ്സൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലൊരു ബ്ലോഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ബ്ലോഗിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ URL ഷെയർ ചെയ്യുമ്പം കാണുന്നില്ല. അതായത് മെറ്റാ ഡിസ്ക്രിപ്ഷനും ഡേറ്റയും കാര്യങ്ങളൊന്നും വരുന്നില്ല. ബ്ലോഗുകളെല്ലാം സ്ലഗ് പേജുകളാണ് ഈ ബ്ലോഗുകളല്ലാവേ. അപ്പോൾ ഇത് ക്ലയൻറ്റ് സൈഡിലായതുകൊണ്ട് ഈ സാധനം ഇല്ല, എക്സിസ്റ്റിംഗ് അല്ല. ഈ സാധനം സെർച്ച് എഞ്ചിൻ്റെ ബോട്ടും കാര്യങ്ങളും ക്രോൾ ചെയ്യുമ്പോൾ വരുമ്പോൾ ഈ സാധനം ഇല്ല. അപ്പോൾ ആ പ്രശ്നം ഒഴിവാക്കാനാണ് ഞാൻ നെസ്റ്റേഴ്സിലേക്ക് മാറിയത്, സെർവർ സൈഡ് റെൻഡറിങ് ഫോളോ ചെയ്തതും. അപ്പോൾ പേജസ് എല്ലാം സെർവറിലാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് പിന്നെ നെസ്റ്റേഴ്സിൽ വരുന്ന വേറെ സാധനമാണ് ഇമേജ് ഒപ്റ്റിമൈസേഷൻ. നെസ്റ്റേഴ്സ് തന്നെ
ഇമേജ് ഒപ്റ്റിമൈസേഷൻ പ്രൊവൈഡ് ചെയ്യണം. നെസ്റ്റ്/ഇമേജ് എന്ന് പറഞ്ഞ ഒരു സാധനം അവർ ബിൽഡിനായിട്ട് ഇമേജ് ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് നെസ്റ്റ്.js പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് നെസ്റ്റ്.jsൻ്റെ അകത്ത് മെയിൻ. ഇവിടെ കണ്ടോ കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അടുത്ത ദിവസം നമുക്ക് നെസ്റ്റ്.js ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ കണ്ടോ അതിൻ്റെ പ്രോജക്റ്റിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യും. ഇവിടെ കണ്ടോ ഇവിടെ ഫെച്ചിങ് ഡേറ്റ നമുക്ക് കണ്ടോ ഇവിടെ നമുക്ക് നെസ്റ്റ്.jsൻ്റെ അകത്ത് നമുക്ക് APIs നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കതിന് എക്സ്റ്റേണലായിട്ട് നമുക്ക് എന്താ പറയുക ഒരു Node.jsൻ്റെ സെർവറും കാര്യങ്ങളും Node.js വെച്ചിട്ട് എക്സ്പ്രസിൻ്റെ ഒരു സെർവർ ഉണ്ടാക്കി അതിൽ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമില്ല. APIയും കാര്യങ്ങളെല്ലാം ബിൽഡിനായിട്ട് തന്നെ നെസ്റ്റ്.jsൽ നമുക്ക് എഴുതാൻ പറ്റും. കാരണം ഇതൊരു ഫുൾ സ്റ്റാക്ക് ഫ്രെയിം വർക്കാണ്. ഓക്കെ, റിയാക്റ്റ് പോലെ ഒരു UI ലൈബ്രറി അല്ല. റിയാക്റ്റ് UI മാത്രമാണ് ഹാൻഡിൽ ചെയ്യുള്ളൂ. ഇതൊരു ഫുൾ സ്റ്റാക്ക് റിയാക്റ്റിൻ്റെ തന്നെ ഒരു ഫ്രെയിം വർക്കാണ്. ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഇതിൻ്റെ നെസ്റ്റ്.js 13 ഐ തിങ്ക് 13 or 12 ഇതിൽ 13 വരെ കാണിക്കുന്നുള്ളൂ. ഏറ്റവും പഴയ വെർഷനിലാണ് ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മറ്റേ ഈ പറയുന്ന പേജ് റൗട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ആപ്പ് റൗട്ടിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങൾ 2 ടൈപ്പ് റൗട്ടിംഗ് ഒക്കെ ഉണ്ട്. പേജ് റൗട്ടിങ്, ആപ്പ് റൗട്ടിങ്. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. നെസ്റ്റ്.jsൻ്റെ ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വെച്ചതാണ്. നെസ്റ്റ്.js ഒന്നുമല്ല, റിയാക്റ്റിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ്. റിയാക്റ്റ് UI മാത്രം ഡീൽ ചെയ്യുമ്പോൾ ഞാൻ UI മാത്രമേ ചെയ്യുള്ളൂ, വേറെ പരിപാടിയൊന്നും എനിക്കറിയില്ല. നെസ്റ്റ്.js എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നെസ്റ്റ്.js പറയുക ഞാനൊരു ഫുൾ സ്റ്റാക്ക് ഫ്രെയിം വർക്കാണ്. എനിക്ക് നിങ്ങളുടെ മറ്റേ ബാക്ക് എൻഡ് അതായത് സെർവർ സൈഡ് കോഡെല്ലാം എനിക്ക് ഇതിൻ്റെ അകത്ത് APIsഉം കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ എഴുതാൻ പറ്റും. ഞാനതുപോലെ എനിക്ക് റൗട്ടിങ് ഒക്കെ ചെയ്യണമെങ്കിൽ എക്സ്റ്റേണൽ ലൈബ്രറീസ് ഒന്നും വേണ്ട. ഞാൻ എൻ്റെ ഫയൽ ബേസ്ഡ് റൗട്ടിങ് ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം. ഇമേജ് എല്ലാം ഞാൻ ഒപ്റ്റിമൈസ് ചെയ്തോളാം. SEO എൻ്റെത് ബെറ്ററാണ്. ഇതെല്ലാമാണ് നെസ്റ്റ്.js പറയുന്നത് കേട്ടോ. ഇവിടെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ കാര്യങ്ങളെല്ലാം. നമുക്ക് അടുത്ത ദിവസം നെസ്റ്റ്.jsൻ്റെ ഫയൽ ആൻഡ് ഫോൾഡർ സ്ട്രക്ചറിലാണ് നമ്മുടെ അടുത്ത എപ്പിസോഡ്. അത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഇവിടെ ജസ്റ്റ് അടുത്ത ദിവസം നമുക്ക് നെസ്റ്റ്.js ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിവിടെ പല കണ്ടോ PNBMൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ PNBMൻ്റെ വീഡിയോ കാണാം. പാക്കേജ് മാനേജേഴ്സാണ് PNBM, NBM യാണും ബണ്ണും അല്ല. നമ്മൾ NBM വെച്ചിട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അടുത്ത ദിവസം നമുക്കത് പഠിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ നെസ്റ്റ്.jsനെ പറ്റി ഇന്നത്തെ ഒരു ഇൻട്രൊഡക്ഷനാണ്. ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ. എത്രത്തോളം നന്നായെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളെല്ലാം കുറേ കാലമായിട്ട് റിയാക്റ്റ് നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്മൾ നെസ്റ്റ്.js ആണ് യൂസ് ചെയ്യുന്നത്. കമ്പനികളിലെല്ലാം നെസ്റ്റ്.js ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.